ഹലോ ഗൈസ്, അങ്ങനെ ഞാനും ആശക്കുട്ടിയും ഫാമിലി എല്ലാവരും കൂടി രാവിലെ പുറത്തേക്ക് ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ഹോട്ടലിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലേക്ക് പോയപ്പോൾ അവരിത് അകത്ത് കയറി റിസപ്ഷനിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വിശാലമായൊരു റിസപ്ഷനാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ റിസപ്ഷനിൽ കയറി വന്നപ്പോഴത്തേനും അവർ എന്നെ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് കൂടാതെ ചെറിയൊരു ബിയർ പാർലറും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 1-2 ബിയറൊക്കെ അടിക്കാം, ആരും കാണാതൊക്കെ. അങ്ങനെ നമ്മളിത് റെസ്റ്റോറൻറ്റിലേക്ക് കയറി. എനിക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്ന ശീലവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അവർ കൈ കഴുകാനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി 1-2 ഫാമിലി ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും ആശക്കുട്ടിയും പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. പൂരി മസാലയും അച്ഛനും അമ്മയും അവരുടെ പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടി മസാല ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫുഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ അക്ഷമരായിരിക്കുകയാണ്. അച്ഛനിടയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അമ്മ ഇടയ്ക്ക് കമൻറ്റ് അടിച്ചു, അവരിനി ഇപ്പോൾ ദോശയ്ക്ക് മാവരയ്ക്കാൻ പോയിട്ടേ ഉള്ളോ എന്നൊക്കെ ചുമ്മാ തമാശ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളൊരു ഹോട്ടലിലേക്ക് ആകുമ്പോഴത്തേനും ഫുഡ് വരാൻ സ്വല്പം വൈകും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഫുഡ് എത്തിയിട്ടുണ്ട്. അടിപൊളി പൂരി മസാലയാണ്, നല്ല മണം. ദോശ മസാല ദോശയാണ്. ചമ്മന്തി സാമ്പാറിൻ്റെയൊക്കെ മണം മൂക്കിലേക്ക് അടിച്ച് കയറി. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി. മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നുമല്ല, അവിടുത്തെ ബില്ലാണ് കേട്ടോ. ബില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാഷ് ചെയ്യുന്ന പയ്യനോട് ചോദിച്ചു, ബില്ല് നിങ്ങൾക്ക് തെറ്റിപ്പോയതൊന്നും അല്ലല്ലോ. അല്ല സാറേ, തെറ്റിപ്പോയതൊന്നുമില്ല, നല്ല ബില്ലൊക്കെ നല്ല കറക്റ്റായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റാണ്, വളരെ കുറഞ്ഞ ബില്ലാണ് വന്നത് കേട്ടോ. എന്തായാലും വയറും മനസ്സും എല്ലാം നിറഞ്ഞു, പോക്കറ്റ് കാര്യമായതുമില്ല. അങ്ങനെ നമ്മൾ നീലനുമായിട്ടതേ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന്